ഹലോ, വെൽക്കം ബാക്ക് ടു തതമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ന്യൂ മൂൺ എനർജി റീഡിംഗ് ആണ്. ഇന്ന് ന്യൂ മൂൺ ആണ്, ഫെബ്രുവരിയിൽ ന്യൂ മൂൺ ആണ്. അപ്പം ഈ ഒരു സമയം ശിവരാത്രിയോടനുബന്ധിച്ച് വരുന്ന ഒരു ന്യൂ മൂൺ എനർജിയിൽ 2 പോർട്ടലിന് ശേഷം വരുന്ന ന്യൂ മൂൺ എനർജിയിൽ ഒരുപാട് എനർജി ഷിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള പ്രിക്കോഷൻസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ അവെയർ ആയിട്ടിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, എന്തിലേക്കാണ് നിങ്ങളുടെ എനർജി ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇത് കളക്റ്റീവായിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ജനറൽ റീഡിംഗ് ആണ്, ജെൻറ്റൽനെസ് റീഡിംഗ് ആണ്. അടുത്ത ഒരു ന്യൂ മൂൺ വരെ, അതായത് 1 മന്തിലേക്കാണ് നിങ്ങൾക്കിത് റെസണേറ്റ് ആവുക. ഇതിനിടയിൽ ഏത് സമയം നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നു ആ ഒരു സമയത്താണ് നിങ്ങളുടെ ലൈഫിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയി വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ന്യൂ മൂൺ എനർജി ഫോർ യു. Have faith in your dreams. Waxing crescent moon. കാണാമെന്ന് വിചാരിക്കുന്നു. Your dreams need a practical plan. Full moon in Taurus. Emotions are running high. And we'll take 2 more cards. Conclusions are within reach. And balance, spirituality and practicality. Bottom energy, a time to give rather than take. Okay, ഇവിടെ 2 cards ഇരിക്കുന്നുണ്ട്. We'll see what is it. It's time to take action എന്നുള്ളത് ഹിഡൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. So you have a hidden message also. Okay. സോ ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ഒരു ഫെയ്ത്ത് ഉണ്ടാവുക ഡ്രീംസിൽ, അതായത് ഡു നോട്ട് ഗീവ് അപ്പ് എന്നുള്ളതാണ്. ഈ പഠിക്കൽ കൊണ്ട് കല ഉടയ്ക്കുന്ന ഒരു എനർജി കാണിക്കരുത് ഈ ഒരു സമയം. എവ്രിതിങ് വിൽ ബി ഓക്കെ അറ്റ് ദ എൻഡ്, ആൻഡ് ഇഫ് സംതിങ് ഇസ് നോട്ട് ഓക്കെ ഇറ്റ്സ് നോട്ട് ദ എൻഡ് എന്നൊരു സേയിങ് ഉണ്ട്. അതായത് അവസാനം എല്ലാം ശരിയാകും. അത് ശരിയായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അവസാനവുമല്ല, അവസാനത്തിലേക്ക് ഇനിയും ദൂരമുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് നിങ്ങളിപ്പോൾ എടുക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു സമയം റിസൾട്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഫെയ്ത്ത് ഉണ്ടാവുക, നിങ്ങൾ ചെയ്തിട്ടുള്ള ഹാർഡ് വർക്കിൽ വിശ്വസിക്കുക, അതിനൊരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ഐ എം ഫോക്കസ്ഡ് ഓൺ വാട്ട് ഐ വോണ്ട്. അതാണ് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് തരുന്ന എനർജി. ഒരു തിരിച്ചുപോക്കില്ല, കാരണം ഓൾറെഡി നിങ്ങൾ ഡിസൈഡ് ചെയ്തു, അതിൽ നിന്ന് ഇനി പിന്മാറേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളതാണ്. പേഷ്യൻസ് ആവശ്യമാണ്, കാര്യങ്ങളെല്ലാം നാച്ചുറലി അൺഫോൾഡ് ചെയ്ത് വരട്ടെ. ആൻഡ് നെക്സ്റ്റ് വരുന്നത് യുവർ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാൻ. നമുക്ക് ഇത് ഈ ഒരു കാർഡുമായിട്ട് ചേർത്ത് വയ്ക്കാം. ന്യൂ മൂൺ ഇൻ ഏറിസ് ആൻഡ് ദെൻ ഫുൾ മൂൺ ഇൻ ടോറസ്. ഓക്കെ, രണ്ടും പ്രാക്ടിക്കൽ പ്ലാൻ ആവശ്യമാണ്, അതിനൊരു ആക്ഷനും ആവശ്യമാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ചെയ്യേണ്ട ഒരു എക്സസൈസ് പറഞ്ഞു തരാം ഈ ഒരു സമയം. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്ന, പ്രൗഡ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഈഗോയുടെ അണ്ടറിൽ വരും. സോ പ്രൗഡ് ഫീലിംഗ് ഇസ് ലൈക്ക് നമ്മൾ മറ്റുള്ളവരെക്കാട്ടിലും എന്തോ ഉയർന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർ നമ്മളെക്കാട്ടിലും താഴെ ആയി എന്ന് പറയുമ്പോഴാണ് പ്രൗഡ് എന്ന് പറയുന്ന ഫീല് വരുന്നത്. സോ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതും ഈഗോയുടെ ഭാഗമായിട്ടാണ്. നമ്മളൊരു സ്പിരിച്വൽ ജേർണിയിൽ നിൽക്കുമ്പോൾ എപ്പോഴും ഈഗോ ചെക്ക് ആവശ്യമായതുകൊണ്ട് യു ക്യാൻ എലിമിനേറ്റ് ദ വേർഡ് പ്രൗഡ്. ഓക്കെ, നമുക്കത് മാറ്റിയിട്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ആത്മവിശ്വാസവും ഇഷ്ടവുമുള്ള, നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്ന 10 ക്വാളിറ്റീസ് നിങ്ങളെക്കുറിച്ചുള്ളത് എഴുതുക. അടുത്തതായിട്ട് നെഗറ്റീവ് ഇമോഷൻസിലേക്ക് നിങ്ങളുടെ ടൈം ആൻഡ് എനർജി പോകുന്നുണ്ട്. അതായത് ജെലസി, റിവെഞ്ച്,
ചേസിങ് ഇതൊക്കെ പോകുന്നുണ്ട്. ഇതെല്ലാം നെഗറ്റീവ് എനർജിയാണ്. അതൊക്കെ കട്ട് ചെയ്യുക. ഓൾസോ ലേസിനെസ് ഇതുമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു പ്ലാൻ ആവശ്യമാണ് അതിന് വർക്ക് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഈ നെഗറ്റീവ് എനർജികളെല്ലാം കട്ട് ചെയ്തിട്ട് ക്രിയേറ്റീവ് സൈഡുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കണക്ട് മോർ ടുവേർഡ്സ് യുവർ പാഷൻ എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ, സൂപ്പർ മൂൺ. ഇതിൽ നിങ്ങളുടെ കൺമുമ്പിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടെന്നേ അറിയില്ല. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു അറിവായിരിക്കാം, ഒരു ഇൻഫർമേഷൻ ആയിരിക്കാം. അങ്ങനെ മിസ്സായി പോയ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു സമയത്ത് കണ്ടെത്തുന്നുണ്ട്. ഓക്കെ, സക്സസ് ഇവിടെ വളരെ അടുത്ത് നിൽക്കുകയാണ്. റെസല്യൂഷൻസ് ആവശ്യമാണ്. ഒബ്വിയസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്ന സൈൻസ്, യൂണിവേഴ്സ് ആയിട്ട് തരുന്ന സൈൻസ്, മനസ്സിലെ തോട്ട് ഇതൊന്നും ഒഴിവാക്കി കളയരുത്. അത് ശ്രദ്ധ കൊടുക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം. പ്രത്യേകമായ എന്തെങ്കിലും ഒരു ഫുഡിനോട് ഒരു ക്രേവിങ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ആ ഒരു എനർജി ആവശ്യമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ക്രേവിങ് തോന്നുന്നത്. അത് ഇഗ്നോർ ചെയ്ത് വിടരുത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ശരീരത്തിൽ ലാക്ക് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ശരീരവും മനസ്സും നമുക്ക് തരുന്ന ഇൻഫർമേഷൻ ചെറുതല്ല. പക്ഷെ ഇത് ഇഗ്നോർ ചെയ്യുമ്പോഴാണ്, ഇഗ്നോറൻസ് ആണ് അവിടെ നമ്മൾക്ക് ഉയർച്ച ഉണ്ടാക്കാതെ നിൽക്കുന്നത്. പലപ്പോഴും നമ്മൾ തന്നെയാണ് നമ്മളുടെ ഉയർച്ചകൾക്ക് തടസ്സം നിൽക്കുന്നത്. അല്ലാതെ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആണോ, എക്സ്റ്റേണലി ആണോ? പലപ്പോഴും അതങ്ങനെ ആവില്ല. നമ്മൾ തന്നെ, നമ്മളുടെ ഇഗ്നോറൻസ് ആണ്, അറിവില്ലായ്മയാണ് പലപ്പോഴും ഈ ഒരു റീസൺ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് കൺക്ലൂഷൻസ് ആർ വിത്തിൻ റീച്ച് എന്നുള്ളതാണ്. ഏതോ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ കൺക്ലൂഡ് ആവുന്നുണ്ട്. ദി എൻഡ് എന്ന് പറയുന്ന ടെയിൽ എൻഡ് എന്നൊക്കെ പറയുന്ന പോലെ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഓൾറെഡി അത് ഏകദേശം എൻഡായ കാര്യമാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് എൻഡ് ആവുന്ന ഒരു സമയം വിത്തിൻ 1 month, അതായത് നെക്സ്റ്റ് ന്യൂ മൂണിന് മുൻപായിട്ട് അത് അവസാനിക്കുന്നുണ്ട്. ആ ഒരു ചാപ്റ്റർ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ല. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട ബെനിഫിറ്റും ചലഞ്ചും ലെസൺസും ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് വരേണ്ടതായിട്ടുള്ള ബ്ലെസ്സിങ്സ് ഒന്നും നിങ്ങളെ ടച്ച് ചെയ്യാതെ പോവുകയുമില്ല. അങ്ങനെയൊന്നും മിസ്സായി പോവില്ല. മേ ബി ഡിലേ ആവുമായിരിക്കും. അത് ഈ പറയുന്ന ഇഗ്നോറൻസിൻ്റെ ഒക്കെ ബേസിസിൽ ഡിലേ ആവുമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോവില്ല എന്നുള്ള ഒരു എനർജിയാണ്. പ്രാണായാമ ചെയ്യുന്നത് നല്ലതാണ്. ബ്രീതിങ് എക്സസൈസസ്, യോഗ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക. കാരണം ഇഗ്നോറൻസിനെ മറികടക്കാനായിട്ട് അന്തർജ്ഞാനം ആവശ്യമാണ്. ആൻഡ് നെക്സ്റ്റ് കാർഡ് വരുന്നത് ബാലൻസ്, സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി. ഇത് പൈസസ് എന്ന് പറയുമ്പം സാത്വിക ഭാവമാണ്, വ്യാഴമാണ്. അവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള സ്പിരിച്വൽ എനർജിക്ക് നിങ്ങൾ ഒരു ബാലൻസ് കൊടുത്താൽ മാത്രം മെറ്റീരിയലിസ്റ്റിക്കൽ സക്സസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകും. അല്ലാതെ എനിക്ക് അന്ധവിശ്വാസമാണ്, എനിക്കതിൽ വിശ്വാസമില്ല എന്ന് പറയുന്നത്. അന്ധമായി വിശ്വസിക്കരുത്, ഒന്നിലും വിശ്വസിക്കരുത്. പക്ഷെ അറിഞ്ഞു വിശ്വസിക്കുക. അറിയാതെ വിശ്വസിക്കുന്നതിനെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അറിഞ്ഞു വിശ്വസിക്കുന്നതിനെ സ്പിരിച്വാലിറ്റി എന്ന് പറയും. അപ്പം നമുക്ക് ഈ വിശ്വാസങ്ങൾ എന്ന് പറയുന്നതിന് എല്ലാത്തിനും നിങ്ങളുടെ ഉള്ളിലൊരു ലോജിക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നിലേക്കും നിങ്ങൾ കണക്ട് ചെയ്യാനും പാടില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്ത് തരുന്നൊരു സമയമാണ്. ഈ ഇല്യൂഷൻസിനെ മറികടക്കാൻ മെഡിറ്റേഷൻസ് ആവശ്യമാണ്, സ്പിരിച്വൽ സൈഡ് ആവശ്യമാണ്. അത് കണക്ട് മോർ ടുവേർഡ്സ് യുവർ ക്രിയേറ്റീവ് സൈഡ്. കുറച്ച് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുക. വെറുതെ ഇരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഇല്യൂഷൻസ് തരും. ഈ വെറുതെ ഇരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഉടനെ മൊബൈലിൽ നോക്കി റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കരുത്. അതല്ല ക്രിയേറ്റീവ് സൈഡ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നതിനെയാണ് ക്രിയേറ്റീവ് സൈഡുമായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതെന്തെങ്കിലും കുക്ക് ചെയ്യുന്നതാവാം, എന്തെങ്കിലും പുസ്തകം വായിക്കുന്നതാവാം, എന്തെങ്കിലും പെയിൻറ്റ് ചെയ്യുന്നതാവാം, എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുന്നതാവാം. അപ്പാർട്ട് ഫ്രം യുവർ പ്രൊഫഷണൽ ഓർ യുവർ സ്റ്റഡീസ്, എന്താണെങ്കിലും അങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്നുമില്ലാതെ വെറുതെ ഇരുന്ന് TV കാണുക, വെറുതെ മൊബൈൽ നോക്കിയിരിക്കുക, ഇതെല്ലാം നിങ്ങളുടെ എനർജി ഡ്രെയിൻഡ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ അൺനെസസറി ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള എത്ര എനർജീസ് നിങ്ങളുടെ സ്ക്രീനിൽ കയറി വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് വെറുതെ
നമുക്ക് ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജികൾ നമ്മളുടെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റുന്നത്. ഓൾറെഡി നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, ചാലഞ്ചസ് ഉണ്ട്, നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റികളുണ്ട്. ഇതിനെല്ലാം പുറത്ത് കളയാൻ ശ്രമിച്ച് പോസിറ്റീവ് ആകാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയില്ലാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന പല സ്ക്രീനിൽ കാണുന്ന പല എനർജീസും നിങ്ങളിലേക്ക് സാംശീകരിക്കപ്പെടുകയാണ്. പക്ഷെ അത് ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ ഒരു ന്യൂ മൂൺ ടൈം പീരീഡിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്താണ് നമുക്ക് നോക്കാം. വിൽ ടേക്ക് 3 കാർഡ്സ്. ഓക്കെ, 3 കാർഡ്സ് നമുക്ക് എടുക്കാം. എന്താണ് നമുക്ക് നോക്കാം. പേഷ്യൻസ്. ഓക്കെ, നമ്മൾ ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ് എന്ന് പറഞ്ഞു, അതായത് പഠിക്കൽ കൊണ്ട് കലമടക്കരുതെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ ഡബിൾ കൺഫർമേഷൻ ആയിട്ട് പറഞ്ഞു തരുന്നത്. നിങ്ങളൊരു ടണലിൻ്റെ കിലോമീറ്ററുകൾ നിങ്ങൾ താണ്ടി കഴിഞ്ഞു. ഇനി കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ടണൽ ഓപ്പണായി വിശാലമായ ഓപ്പർച്യൂണിറ്റികളിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യപ്പെടാൻ പോവാണ്. ഇവിടെ വന്നിട്ട് ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പം ഇപ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് നിർത്തിപ്പോവാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു നോട്ട് സ്റ്റോപ്പ് റൈറ്റ് നൗ. എങ്ങനെയെങ്കിലും നിങ്ങളൊരു 1 മന്തും കൂടെ അത് ചെയ്യുന്നത് പോലെ ചെയ്തുകൊണ്ടിരിക്കുക. റിസൾട്ട് നോക്കേണ്ട ആവശ്യമില്ല. ആഫ്റ്റർ 1 മന്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് റെസിലിയൻസ്. ഇത് പേഷ്യൻസുമായിട്ട് നമുക്ക് ചേർത്ത് വെച്ച് പറയാവുന്നതാണ്. മെൻ്റൽ സ്ട്രെങ്ത്, പേഷ്യൻസ്, റെസിലിയൻസ് എല്ലാം നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഡെഡിക്കേഷനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത് ഇവിടെ ആവശ്യമാണ്. കുറച്ച് കഷ്ടപ്പെട്ടാൽ ഗുണം ലഭിക്കും. റിയലൈസേഷൻ, വാട്ട് യു ഹാവ് ഗോട്ട് ഇസ് കീ ടു യുവർ ഓപ്പർച്യൂണിറ്റി. ഇവിടെ എല്ലാം നിങ്ങളിപ്പോൾ നിൽക്കുന്നത് വളരെ കൺഫൈൻഡ് ആയിട്ടുള്ളൊരു സ്പേസിലാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ല, അതായത് കൂട്ടിലടച്ചതുപോലെയാണ്. ഇതിനെല്ലാം ഇപ്പം നിങ്ങൾ നിൽക്കുന്നതിൻ്റെ അപ്പുറമാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ഗോൾസ്. അതിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, വിത്തിൻ 1 മന്ത് ടൈം പീരീഡ് നിങ്ങൾക്കത് മാറും. ആൻഡ് ജസ്റ്റ് ഒബ്സർവ് ദ നമ്പർ യു ഹാവ് ഗോട്ട്. ഇറ്റ് ഇസ് 3 ഹിയർ, it is 3 here and it is 9. 3 and 9. അതായത് ക്രിയേറ്റീവ് സൈഡുമായിട്ട് കണക്ട് ചെയ്യുക, നിങ്ങളുടെ ലക്ക് ഓപ്പൺ ആകും. ആ ക്രിയേറ്റീവ് സൈഡുമായിട്ട് കണക്ട് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണ്? നിങ്ങളുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കും, ഹാർഡ് വർക്ക് വർദ്ധിക്കും, ഫോക്കസ് കൂടും, ക്രിയേറ്റിവിറ്റി ഉള്ളിൽ നിന്ന് ഇമാജിനേഷനായിട്ട് പുറത്തു വരും. സോ യു ക്യാൻ കണക്ട് മോർ ടു യുവർ സെൽഫ്. നിങ്ങളുടെ മുന്നോട്ടുള്ള ഫ്യൂച്ചറിൻ്റെ താക്കോല് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും എന്നുള്ളതാണ്. ബോട്ടം എനർജീസ് ടേക്ക് എൻ ആക്ഷൻ. യെസ്, ഓക്കെ. ന്യൂമറോളജി ഗൈഡൻസ് നോക്കാം. ന്യൂമറോളജി വെച്ചിട്ട് ഈ ഒരു ന്യൂ മൂൺ എനർജിയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന നമ്പേഴ്സ് എന്താണ്? വിൽ ടേക്ക് ജസ്റ്റ് 1 കാർഡ്. ഓക്കെ, നമുക്ക് ഒറ്റ ഒരു കാർഡ് മതി. ആ കാർഡ് നിങ്ങളോട് പറയുന്ന കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമ്പർ 22, ട്രസ്റ്റ് യുവർ ഇന്നർ ഗൈഡൻസ്. ഈ ഒരു കാർഡ് നിങ്ങൾക്ക് വന്നതിനെ തുടർന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, എംബ്രേസ് യുവർ സെൻസിറ്റിവിറ്റി. സെൻസിറ്റീവായ ഒരാൾക്ക് മാത്രമാണ് നിങ്ങളുടെ സോളിൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുള്ളൂ. സോളിൻ്റെ വോയിസ് കേട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് കൃത്യമായിട്ട് എന്ത് ആക്ഷൻ എടുക്കണം, എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ സോളിൻ്റെ വോയിസിനെയാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ പ്ലീസ് കണക്ട് ടു യുവർ ഇൻറ്റ്യൂഷൻ. ഡു നോട്ട് ഇൻസൾട്ട് യുവർ ഇൻറ്റ്യൂഷൻ. ഡു നോട്ട് ബിട്രേ യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങൾ ആ ഇൻറ്റ്യൂഷനെ വഞ്ചിക്കാതിരിക്കുക. നിങ്ങൾ എത്ര തവണ വഞ്ചിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇൻറ്റ്യൂഷൻ വരില്ല. അതുകൊണ്ടാണ് പറയുന്നത്, പ്ലീസ് കണക്ട് വിത്ത് യുവർ ഇൻറ്റ്യൂഷൻ. സോ ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് മിററിൽ നോക്കിയിട്ട് പറയാവുന്നതാണ്. മൈ ഇൻറ്റ്യൂഷൻ ലീഡ്സ് മീ ടു വേർ ഐ നീഡ് ടു ബി. മൈ ഇൻറ്റ്യൂഷൻ ലീഡ്സ് മീ ടു വേർ ഐ നീഡ് ടു ബി. ഇത് മിററിൽ നോക്കി നിങ്ങൾക്ക് അഫർമേഷനായിട്ട് പറയാവുന്നതാണ് ഈ ഒരു 1 മന്തിലേക്ക്. ഓക്കെ, ഇതിൽ നിങ്ങളുടെ 22 എന്ന് പറയുമ്പോൾ 4 നിങ്ങളുടെ ഫൗണ്ടേഷണൽ ഷിഫ്റ്റ് സംഭവിക്കുകയുമാണ്. അതിൽ ഇമോഷൻ ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ അമ്മയുമായിട്ടുള്ള ബന്ധം കറക്റ്റ് ആവുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറുമായി നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഫാമിലിയിൽ നിങ്ങളുടെ ബന്ധം
ഉറയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജ് എന്ന് പറയുന്ന ഒരു പ്ലേസ് അതിൻ്റെ ഫൗണ്ടേഷൻ ഉറപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വേണ്ടതായിട്ടുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു ലവ് മെസ്സേജ് എന്താണ്? Okay, we'll take 2 cards. Okay. Playfulness. Laughter is the best therapy. Have some fun together and remember love is the greatest healer. Okay. മനസ്സിലാക്കുക, ബലം പിടിച്ച് അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചിരിക്കുക. അതുപോലെ തന്നെ ഒന്നിച്ച് പ്ലേഫുള്ളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ലെഷർ ആക്ടിവിറ്റീസിലെല്ലാം ഒന്നിച്ച് നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഒന്നിച്ച് വർക്കൗട്ട് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ ഹാങ് ഔട്ട് ചെയ്യുക, ഡേറ്റ് ചെയ്യാൻ പോവുക. ഈവൻ ദോ ഇഫ് യു ആർ എ മാരീഡ് കപ്പിൾ, ഗോ ഫോർ എ ഡേറ്റ്, കോഫി ഡേറ്റ് ഒക്കെ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫൺ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, രണ്ടുപേർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാതെ നിങ്ങൾക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഹീലിംഗ് ആയിട്ട് മാറും എന്നുള്ളതാണ്. വൺ മോർ കാർഡ്. Criticizing one another will only lead to further unhappiness. Love and accept each other as you are and your relationship will magically transform. നിങ്ങളെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് സ്നേഹം തോന്നുമോ, ദേഷ്യം തോന്നുമോ? അപ്പം നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് ഇതേ പ്രവൃത്തി ചെയ്താൽ നിങ്ങളുടെ പാർട്ട്ണറിന് എന്താണ് തോന്നുക? അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഈ സ്നേഹമുള്ളിടത്ത് നമ്മൾ ആരെയും കുറ്റം പറയരുതെന്നല്ല, തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം, പക്ഷെ പറയേണ്ടതായിട്ടുള്ളൊരു രീതിയുണ്ട്. ഉള്ളിലെ ദേഷ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ട് കാണാതിരിക്കുക അവരുടെ കുറ്റങ്ങളെയും കുറവുകളെയും വീക്ക്നെസ്സിനെയും. ഓക്കെ, അത് അവരെ കൂടുതൽ നിങ്ങളിൽ നിന്ന് അകത്തുക മാത്രമേ ചെയ്യുള്ളൂ. ഇഫ് യു വാണ്ട് യുവർ പാർട്ട്ണർ ടു ബി ബെറ്റർ ടു യുവർ സെൽഫ്, നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അവരോട് പറയേണ്ട കാര്യങ്ങൾ അവരുടെ മൂഡ് അനുസരിച്ച്, അതായത് നമ്മളൊരു ഡിപ്ലോമാറ്റിക് വേ ഓഫ് അപ്രോച്ച് ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതെത്ര കംഫർട്ടബിൾ സ്പേസ് ആണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ ആണെന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഉള്ളതൊരു ഹൃദയം, ഒരു മനസ്സും ഒക്കെ തന്നെയാണ്. അത് ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ പറയുമ്പോൾ അത് ഹേർട്ട് ആവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ. ആൻഡ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള എനർജി എന്താണ് എന്നും കൂടെ നമുക്ക് നോക്കാം, എസ്പെഷ്യലി ഇൻ യുവർ റിലേഷൻഷിപ്പ്. I'll take 2 cards. Worthiness. Yes. നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കി നിൽക്കുക. അതായത് ഈ പല ബന്ധങ്ങളിലും സംഭവിക്കുന്ന പരാജയം എന്ന് പറയുന്നത് അവനവൻ്റെ വർത്ത് തിരിച്ചറിയാതിരിക്കുകയും പാർട്ട്ണർ ആ വർത്ത് തിരിച്ചറിയാതിരിക്കുകയും ചെയ്യുമ്പോഴാണ്. ആരെങ്കിലും ഒരാൾ ഈ വർത്ത് തിരിച്ചറിഞ്ഞാൽ ഈ വിഷയം സോൾവ് ചെയ്യാൻ പറ്റും. രണ്ടുപേരും വർത്ത് തിരിച്ചറിയുന്നില്ല എന്നുള്ളിടത്താണ് വിഷയം വരുന്നത്. സോ നിങ്ങളുടെ ഒരു വർത്ത് മനസ്സിലാക്കുക. ഒരു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. അതുപോലെ സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു റീയൂണിയനും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. നമ്പർ 4 is also important. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 1 monthൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് 3, 4 and 9. ഓക്കെ, ഈ 3 നമ്പേഴ്സ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ എന്തെങ്കിലും റിസ്ക് ഉള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഗുണമാണ് ഉണ്ടാവുക. നമുക്ക് ഫൈനലി നിങ്ങൾക്ക് വേണ്ടി ടാറോ കാർഡ്സ് എടുക്കാം. വിൽ പുൾ ഔട്ട് 3 cards. നമുക്ക് കാർഡ്സും കൂടെ എടുത്ത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള അവെയർ ആയിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് ടാറോ ഗൈഡൻസ് എടുക്കാം. ഓക്കെ, ജോബ് അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ യു ആർ കണക്റ്റിംഗ് ടു എ ന്യൂ ജോബ്. ഓൾറെഡി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പുതിയ എന്തോ ഒരു ജോലിയിലേക്ക്, ഒരു ഫീൽഡിലേക്ക് മാറുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഉയർച്ച അവിടെ ഉണ്ടാവുന്നുണ്ട്, ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. മേ ബി ഒരു ട്രാൻസ്ഫർ ആയിരിക്കാം വിത്ത് പ്രൊമോഷൻ. ഫിനാൻഷ്യലിയും നിങ്ങൾക്ക് ഒരു
ന്യൂ ബിഗിനിങ്, മേ ബി ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. എല്ലാ രീതിയിലും നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഓക്കെ, ജസ്റ്റിസ്, യൂണിവേഴ്സൽ ജസ്റ്റിസ് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അതിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈവൻ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലൊരു കോർട്ട് കേസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊരു വിജയം ഉണ്ടാകുന്നുണ്ട്, നിങ്ങളുടെ സൈഡിലൊരു ന്യായം ലഭിക്കുന്നുണ്ട്. ആൻഡ് ഓക്കെ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കുറേ കാലമായിട്ട് കാണാതിരുന്നൊരു വ്യക്തിയെ കണക്ട് ചെയ്യുക ത്രൂ എ മെസ്സേജ്, കോൾ ഓർ ഈവൻ നേരിട്ട് മീറ്റ് ചെയ്യാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോൾമേറ്റുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ പുതിയതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം. ഇറ്റ് ഗിവ്സ് യു എ പോസിറ്റീവ് വൈബ്രേഷൻ. ഇവിടെ നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സോൾമേറ്റ് പ്രസൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സോൾമേറ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടോ എന്ന് ഡൗട്ട്ഫുള്ളായിട്ടിരിക്കുന്ന വ്യക്തികൾക്കൊരു കൺഫർമേഷനാണ് യെസ്, ദർ ഈസ് എ സോൾമേറ്റ് പ്രസൻസ് ഇൻ യുവർ ലൈഫ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഒരു ന്യൂ മൂൺ റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നവരാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നമുക്കതൊരു മോട്ടിവേഷനാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിന് റിലേറ്റ് ചെയ്തൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ ഒരു കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് ഒക്കെ ആവശ്യമാണ്, ഇമോഷണൽ ട്രോമ ഹീലിംഗ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ആവശ്യമാണ്, റിലേഷൻഷിപ്പ് ഹീലിംഗ്, കൗൺസിലിംഗ്, സ്പിരിച്വൽ മെഡിറ്റേഷൻ ഗൈഡൻസ് ഒക്കെ ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. വിളിച്ചു കഴിഞ്ഞാൽ ലഭിക്കാൻ പാടാണ്. മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു റെസ്പോൺസ് ലഭിക്കുന്നതാണ്. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുകളെക്കുറിച്ച് കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ന്യൂ മൂൺ പീരീഡ്, ഫുൾ മൂൺ പീരീഡ്സ് ഒക്കെ നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ടാരറ്റ് റീഡിംഗ് ഒക്കെ പഠിക്കണമെന്നൊക്കെ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ലഭ്യമാവുന്നതാണ്. ഓൺലൈനായിട്ടായിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ളൊരു റീഡിംഗ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.